അസ്സലാമലൈക്കും, നമസ്കാരം. ഫസ്റ്റ് ലൈൻ ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച്. പൊതുവെ പ്രവാസികൾ, സാധാരണക്കാരായ പ്രവാസികൾ എപ്പോഴും പണ്ട് തുടങ്ങി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് നാട്ടിലേക്ക് അയച്ച് ചെലവുകളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ട് എപ്പോഴും സേവ് ചെയ്ത് പോവാം. അവരുടെ എപ്പോഴും എല്ലാവരും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് സേവ് ചെയ്യുക എന്ന് മാത്രമാണ്. ഇന്ന് ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി. കാരണം വേറെ ഒന്നുമായിട്ടല്ല, 1,00,000 രൂപ വെച്ച് എല്ലാ വർഷവും അവൻ സേവ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കുക. 10 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ ആ 10,00,000 രൂപയ്ക്ക് ഇന്നത്തെ 10,00,000 രൂപയുടെ മൂല്യമില്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാ പ്രവാസികൾക്കും എല്ലാ ആളുകൾക്കും തന്നെയുണ്ട്. മാത്രമല്ല, ഇൻഫ്ലേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഏത് സാധാരണക്കാരനും ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. അത് ഷെറിയ കംപ്ലയൻസും കൂടി കൂടിയതായതുകൊണ്ടാണ് നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ പലവരും ഷെറിയ കംപ്ലയൻസിന്റെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് പല ഫണ്ടുകളും പരിചയപ്പെടുന്ന കാണാറുണ്ട്. അതിൽ കൂടുതലും യുലിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് വരിക. യുലിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസും കൂടി കവേർഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ മൊത്തം ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതിന്റെ ഒപ്പം തന്നെ അത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു തർക്കം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തർക്കത്തിന് വിവാദത്തിനൊന്നും പോകണ്ട. അതൊന്നുമില്ലാത്ത ഒരു ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു നീക്കി വെക്കാനുള്ള ഒരു പൈസ ഉണ്ടെങ്കിൽ, അതായത് 500 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ആയിക്കോട്ടെ, 10,000 രൂപ ആയിക്കോട്ടെ, അത് വരുന്നതിനനുസരിച്ച് ഒരു ചെറിയ എമൗണ്ട് ഇട്ടിട്ട് പോവുക. നിലവിലെ ടാറ്റ എത്തിക്കൽ ഫണ്ടിന് കഴിഞ്ഞ 5 വർഷത്തെ ഇതെടുത്ത് നോക്കിയാൽ പോലും 15% മേലെ ഗ്രോത്ത് കാണുന്നുണ്ട്. അതിന്റെ കോമ്പൗണ്ടും കൂടെ ഒക്കെ കൂടി കൂടുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിട്ട് അത് വളർന്നു വരാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ഒപ്പം ഒരു കാര്യം പറയട്ടെ, ഡിസ്ക്ലൈമർ. ഇത് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയണേ, ഇതിൽ തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. ആ റിസ്ക് മനസ്സിലാക്കി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവാം. ആദ്യം തന്നെ വേണ്ടത് KYC അപ്ഡേഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇതിന് മുമ്പ് ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ KYC ഒരുപക്ഷെ അപ്ഡേറ്റഡ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ അവര് KYC അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. ഒന്ന് പാൻ കാർഡ്, വിസ കോപ്പി, പിന്നെ ഒരു അഡ്രസ് പ്രൂഫ് എന്ന് പറയാനായിട്ട് നാഷണൽ ID, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ പാസ്പോർട്ട് കോപ്പി, ഫ്രണ്ട് പേജും പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് തന്നെ നിങ്ങൾക്ക് ഒരു KYC അപ്ഡേറ്റ് ചെയ്ത് തരും. ആ KYC അപ്ഡേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് അതാണ് ആദ്യ ഘട്ടം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ചെയ്യാം. ഓൺലൈൻ വഴി ചെയ്യാനായിട്ടുള്ള ഈ പറയുന്ന ഏജൻസികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അവർ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഓൺലൈൻ വഴിയും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് CAMS ഉണ്ട്, കാർവി, NDS, NSDL, അങ്ങനെ കുറെ സൈറ്റുകൾ ഉണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന ആധാർ കാർഡ്, ഒറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പാൻ കാർഡ് നിർബന്ധമാണ് കേട്ടോ ഇതിനെല്ലാം. അതിൽ നിന്ന് പാൻ കാർഡ് റെഡിയാക്കി വെക്കണം. പാൻ കാർഡ് എപ്പോഴും ഉണ്ടാവും, എല്ലാവർക്കും ഒന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പാൻ കാർഡ് നിർബന്ധമായിട്ടും വേണം. പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്താൽ മതി. ആധാർ ഇല്ലെങ്കിലും ഈ പറയുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം 7 days, ചില ദിവസം അപ്പൊ തന്നെ ശരിയായി വരാറുണ്ട്, ഒരു ദിവസം കൊണ്ട് റെഡി ആയി വരാറുണ്ട്. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കറക്റ്റ് ആയിട്ടുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ വഴി പറ്റിയില്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ആളുകളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാണ്, നിങ്ങളുടെ ബാങ്ക് വഴി KYC അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാറ്റ എത്തിക്കൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ് കാണുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്, അതിൽ ഈ പറയുന്ന ഷെറിയ കംപ്ലയൻസിൽ വരുന്ന ബാങ്കോ അല്ലെങ്കിൽ ലിക്വറോ അല്ലെങ്കിൽ ടൊബാക്കോ പോലെയുള്ളതോ ഗാംബ്ലിംഗ് പോലെയുള്ളതോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം. അതിനകത്തുള്ളത് ഇൻഫോസിസ്, ടാറ്റ, TCS, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HCL, സിമൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് അവരുടെ പോർട്ട്ഫോളിയോന്റെ ഒരു ഇത് ഇപ്പോഴത്തെ. അത് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. അത് വെബ്സൈറ്റിൽ കയറി നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് പല ഏജൻസികൾ വരുമ്പോൾ നമ്മൾ പൊതുവെ ചേരുന്നത് റെഗുലർ ആയിട്ടുള്ള
റെഗുലർ പ്ലാനിലാണ്. അവിടെ 2 പ്ലാനുകളുണ്ട്, പല പല പ്ലാനുകളുണ്ട്. മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് റെഗുലർ ആൻഡ് ഡയറക്റ്റ് എന്ന് പറയുന്നതാണ്. റെഗുലർ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഏജൻസി ഇത് ചെയ്യും, ഒരു AMCയുടെ കീഴിൽ നമ്മൾ അവരുടെ ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ എമൗണ്ട് അവർ പിടിക്കും. ഓക്കെ, അതല്ല നമുക്ക് ഈ പറയുന്ന സൈറ്റിൽ കയറി ഡയറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു സ്ക്രീൻഷോട്ട് ആണ്. ഇപ്പോഴത്തെ അപ്ഡേഷൻ എടുത്താൽ പോലും ഏതാണ്ട് 2 to 3% എവറി ഇയർ ഡിഫറൻസ് ഉണ്ട് ഡയറക്റ്റും റെഗുലറും തമ്മിൽ. ഡയറക്റ്റിന് എപ്പോഴും ഈ പറയുന്ന ഏജൻസികളുടെ ഫീസ് ഒന്നും വരാത്തത് കൊണ്ട് 2 to 3% പ്രോഫിറ്റ് തന്നെയാണ് കാണാറ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ടാറ്റ എത്തിക്കൽ ഫണ്ട് റെഗുലർ ആണെങ്കിൽ 280 ആണ് നിൽക്കുന്നത്. ഏതാണ്ട് 76% ഗ്രോത്ത് ഉണ്ടായിരുന്നപ്പോ ഡയറക്റ്റ് ആണെങ്കിൽ 87% ഗ്രോത്ത് ഉണ്ട്. ഓൾമോസ്റ്റ് 10% 5 years എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 to 3% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഡയറക്റ്റ് പ്ലാനിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ നേരെ KFC അപ്ഡേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. നേരെ ലോഗിൻ ചെയ്യുക. ടാറ്റ മ്യൂച്വൽ ഫണ്ട് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒരു സൈറ്റ് വരും. നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക, ബർത്ത് ഓഫ് ഡേറ്റ് കൊടുക്കുക, പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നേരെ അടുത്ത പേജിലേക്ക് വരും. അവിടെ പിൻകോഡും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. നേരെ അടുത്ത ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് നോമിനി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് നോമിനിയിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ നോമിനി കൊടുത്തിരിക്കുക. നോമിനി എപ്പോഴും കൊടുത്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ നോമിനികൾക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് ചില നൂലാമാലകളൊക്കെ വരാറുണ്ട്. ഈ നോമിനി ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ നോമിനി തന്നെ നമുക്ക് പല രീതിയിൽ പാർട്ട്ണർഷിപ്പ് വെക്കാം, 100% വെക്കാം, 50-50 ആയിട്ട് വെക്കാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, നോമിനി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, മൊബൈൽ നമ്പർ ഇത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുക. അപ്പോ നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും. ഏത് ബാങ്ക് വഴിയാണ് NRO NRI എന്നുള്ളത്. NRI ആവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. NRO ആണെങ്കിൽ അത് കഴിയില്ല. ഓക്കെ, അപ്പോ മറ്റുള്ള കാര്യങ്ങളും ഈ പറയുന്ന IFSC കോഡും ബ്രാഞ്ച് നെയിമും ഏത് ടൈപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ബാങ്കിന്റെ നെയിമും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് NRO NRI ആണോ എന്നുള്ളത് അടിച്ചു കൊടുത്താൽ അത് കൺഫേം ആവും. ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും, ഒരു ഓതറൈസ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ഇമെയിലിലേക്ക് വരും. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ക്യാൻസൽ ചെയ്തൊരു ചെക്കോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ പാസ്ബുക്കോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇത് ഓപ്പൺ ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്പർ നമ്മുടെ നമ്പർ ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെയുള്ള എത്ര നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വരും. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇൻവെസ്റ്റ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻവെസ്റ്റ് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല പല ഓപ്ഷൻസും കാണാൻ പറ്റും. ഓക്കെ, ഈ SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് ഓരോ മാസവും ഇടേണ്ട എമൗണ്ട് SIP എന്ന് പറയുന്നത് ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഇടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ SIP ക്ലിക്ക് ചെയ്യുക. ഒരു എമൗണ്ട് കൃത്യമായിട്ട് എല്ലാ മാസവും പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ബാങ്കിൽ നിന്ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊക്കോളും. ഓക്കെ, അതല്ല നമുക്ക് പർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് ഇതാണ് വേണ്ടത് എന്നുള്ളത്. മറ്റേ SIP ആണെങ്കിൽ പോലും ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരിക. അവിടെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും. പല പല ഓപ്ഷൻസ് ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ സംസാരിക്കാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി സെലക്ട് ചെയ്യുക. ഓക്കെ, കൺഫർമേഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വീണ്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞു റെഗുലർ ഡയറക്റ്റ് പോലെ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ടെന്ന്. ഇതിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ഗ്രോത്തും IDCW എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷം ഇടുന്ന പൈസ, ഫോർ എക്സാമ്പിൾ 1,00,000 രൂപ ഇട്ടു, അത് 1,15,000 ആയി ആ വർഷമെങ്കിൽ ആ 15,000 വിഡ്രോ ചെയ്യാതെ 1,15,000 അങ്ങനെ വീണ്ടും അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ അടുത്ത വർഷം കിട്ടുന്ന ആ ലാഭം അടക്കം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ആ പ്ലാനിനെ പറയുന്നതാണ് ഗ്രോത്ത് പ്ലാൻ എന്ന് പറയുന്നത്. അതിനാണ് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവുക, കോമ്പൗണ്ടിങ് ഇമ്പാക്ട് കിട്ടുന്ന അതിലാണ്. നേരെ മറിച്ച് നമുക്കൊരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടണം എന്നുള്ള ഇടവേളകൾ നമുക്ക് ഇത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അത് വെച്ച് കിട്ടണമെങ്കിൽ IDCW എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഓരോ വർഷം ഉണ്ടാകുന്ന ലാഭം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ
നമ്മളൊരു 10 ലക്ഷം രൂപ ഇട്ടു. ആ 10 ലക്ഷം രൂപ അവിടെ തന്നെ കിടപ്പുണ്ടാവും. അതിൽ വരുന്ന ലാഭം എല്ലാ വർഷവും നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ആ പ്ലാനോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ആ എമൗണ്ടിലേക്ക് വരും. അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ലിയർ ചെയ്ത് പോകും. അതിൽ നമ്മൾ എമൗണ്ട് ഇട്ട് കൊടുക്കുക. ആ എമൗണ്ട് ഇത് ചെയ്തിട്ട് ആഡ് കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡും ലോഗിൻ ഐ ഡിയും കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ആ ഒരു ഇത് ചെയ്തു പോകാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ വർഷം ആ സിപ്പിന്റെ എമൗണ്ട് പൊക്കോളും. ഓരോ മാസമാണെങ്കിൽ മാസം, ഓരോ വർഷമാണെങ്കിൽ ആ വർഷം കൃത്യമായിട്ട് അതങ്ങ് പൊക്കോളും. നേരെ മറിച്ച് ഒരു ലംസം എമൗണ്ട് ആണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് ഈ മാസം എൻ്റെ ഒരു 50,000 രൂപ ഉണ്ടായിരുന്നു, 50,000 രൂപ ഇട്ടു. അടുത്ത മാസം എത്ര വരുന്നത് എനിക്ക് അറിയില്ല. അപ്പൊ ആ വരുന്നതിനനുസരിച്ച് 20,000 വന്നോ 20,000 ഇടാനാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എല്ലാ മാസവും ചെയ്യണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സിപ്പ് അല്ല, പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ആണെന്ന് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ മാസവും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, എത്ര ഗ്രോത്ത് ഉണ്ടെന്ന് അറിയാനായിട്ട് പോർട്ട്ഫോളിയോ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇവിടെയും കാണാൻ പറ്റും. അതായത് 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എത്രയായി എന്നുള്ളതും എത്രയാണ് ഗ്രോത്ത് എന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് ചോദിച്ചോളൂ, നമ്മൾ ഉത്തരം പറയുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും, നമസ്കാരം.